കുടുംബ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഒരു മുഖമാണ് രാഹുൽ സുരേഷ്. ക്ലീശ ക്വസ്റ്റ്യനാണ്. ഫിറ്റ്നസിന്റെ രഹസ്യം. എനിക്ക് താഴെ ഈ ഷൂവിന്റെ ലേസ് കേട്ടണല്ലോ, വയറ് കെട്ടിയിട്ട് അത്രയ്ക്കും ഇതായിട്ട് ഇരിക്കുകയാണ്. യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയ ഒരു സീൻ ഉണ്ട് സീരിയലിലെ ഫസ്റ്റ് നൈറ്റ് സീന്, അതിലൊരു കിസ്സിങ്. എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നോ യുവർ ഓഡിയൻസ് എന്ന് പറയും. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് മാത്രം സംസാരിക്കുന്ന ആളാണ് ഞാൻ. ജോയിൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. പണ്ട് ഒത്തിരി ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട്. സ്കൂളിങ് എനിക്ക് ഭയങ്കര ഹൊറിബിൾ ആയിരുന്നു. ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഡേ ഞാൻ വീട്ടിൽ പോയിട്ട് കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല. Krishna Leela, Joy Alucas, world's favorite jeweler. ഹലോ എവരിവൺ, വെൽക്കം ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനി സ്ക്രീനിലൂടെ കുടുംബ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഒരു മുഖമാണ് രാഹുൽ സുരേഷ്. രാഹുൽ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ശരിക്കും മനു അർജുൻ എന്നൊക്കെ പറയുന്നതായിരിക്കും പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാവുന്ന ഒരു പേര് അല്ലേ? റീസെന്റ് അങ്ങനെയാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഈ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഹുൽ സുരേഷിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണ്, ആരാണ് രാഹുൽ സുരേഷ്? പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഈ രണ്ട് ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ മനു എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര സെറ്റിൽഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഭയങ്കര പ്രൊഫഷണലാണ്, ഒബീഡിയൻ്റ് ആണ്, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. നേരെ മറിച്ച് അർജുൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്ത ക്യാരക്ടർ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഭയങ്കര ആ ഒരു എനർജി ലെവൽ ഭയങ്കര കൂടുതലുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പം ഞാൻ ആസ് എ പേഴ്സൺ ശരിക്കും റിയൽ ലൈഫിൽ ഇതിൻ്റെ രണ്ടിനും നടുക്ക് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ശരിക്കും എന്താണ് ഇപ്പം എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇപ്പം ആക്ടിങ്ങിലേക്ക് വന്നത് ഓക്കെ, അല്ലെങ്കിൽ ആരാകുമായിരുന്നു? അല്ലെങ്കിൽ ആരാകുമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെയ്തത് ചാർട്ടേഡ് അക്കൗണ്ടൻസിയാണ് 12th കഴിഞ്ഞിട്ട്. കോളേജെല്ലാം സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് CA ജോയിൻ ചെയ്തു. അപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ് അച്ഛനും അമ്മയും. അപ്പോൾ എനിക്ക് അക്കൗണ്ടൻസി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനും അങ്ങനെ അത് ജോയിൻ ചെയ്ത് 12th കഴിഞ്ഞിട്ട്. ആക്ടിങ് ഉള്ളിലുണ്ട് എപ്പോഴാണ് മനസ്സിലാക്കിയപ്പോ? ഇത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് തൊട്ട്. ഒരു മനസ്സിന്റെ ഉള്ളിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര മെന്റൽ ബ്ലോക്ക് ആയിരുന്നു ഇതിലേക്ക് വരാനും ഈ പ്രോസസ്സിലേക്ക് കടക്കാനും അത് ചെയ്യാനും ഭയങ്കര മെന്റൽ ബ്ലോക്ക് ഉള്ള ഒരാളായിരുന്നു ഞാൻ. ആക്ടിങ് വൈസ് നമുക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ, ഡയലോഗ്സ് പറയാനൊക്കെ എനിക്ക് ഭയങ്കര മെന്റൽ ബ്ലോക്ക് ആയിരുന്നു. മോഡലിംഗ് ആദ്യം കുറച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൗരി ലക്ഷ്മിയിലെ പ്ലേ ബാക്ക് സിംഗർ, അപ്പോൾ ഗൗരി ലക്ഷ്മിയുടെ ഒരു മ്യൂസിക് വീഡിയോ വന്നായിരുന്നു. അപ്പം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിട്ട് ഞങ്ങളത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഔട്ട് വന്നപ്പോൾ അത് കണ്ടപ്പോൾ കിട്ടിയ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഫീഡ്ബാക്സ് ബാക്കിയുള്ളവരുടെ അന്ന് ഞാൻ ഉറപ്പിച്ചു എനിക്ക് ഐ ഹാവ് ടു ഡു ദിസ്, ഇത് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് എന്താവും നമുക്കറിയില്ല, കാരണം അൺസർട്ടനിറ്റി ഭയങ്കര ഉള്ളൊരു ഫീൽഡാണല്ലോ. എന്നാൽ പോലും ഇത് തന്നെയാണ്, എനിക്കിത് ചെയ്തേ പറ്റൂ. കാരണം സീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ തന്നെ കാണുമ്പോൾ ഒരു ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കിക്കുണ്ട്, ഒരു സന്തോഷമുണ്ട്. അന്ന് ഞാൻ തീരുമാനിച്ചത് തന്നെ ചെയ്യും. ഒരു വർഷം മുമ്പ് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയ ഒരു സീൻ ഉണ്ട് സീരിയലില്. അത് സീരിയൽ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതിയ ഒരു സീൻ എന്നൊക്കെയായിരുന്നു അന്ന് വന്ന കമന്റ്സ് വന്നിരുന്നത്. ഒരു ഫസ്റ്റ് നൈറ്റ് സീന്, അതിലൊരു കിസ്സിങ്. ശരിക്കും പറഞ്ഞാൽ ആരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സിനിമയിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ചർച്ചകൾക്ക് പോലും ഉണ്ടാവാത്ത ഒരു സീനാണ് അത്. പക്ഷെ സീരിയലിൽ വന്നപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ചർച്ചയായി. ശരിക്കും അങ്ങനെ ഒരു സീൻ ചെയ്യാനായിട്ട് ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും ഓക്കെ ആയിരുന്നോ? ആ സിറ്റുവേഷൻ അത് ആക്ച്വലി ഡിമാൻഡിങ് ആയിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ സീൻ ചെയ്യാന്ന് ഡയറക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആയിരുന്നു. ഞാൻ ആലോചിച്ചു, അപ്പൊ കുഴപ്പമില്ല, ഓക്കെ. അപ്പൊ എന്റെ കൂടെ ചെയ്യുന്ന കുട്ടിയും കംഫർട്ടബിൾ ആയിരുന്നു, പിന്നെ കുഴപ്പമില്ലല്ലോ. പക്ഷെ കിസ്സിങ് സീൻ എന്ന് പറഞ്ഞാൽ കിസ്സൊന്നും ചെയ്തില്ല, അതൊക്കെ ക്യാമറ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തതാണ്. പക്ഷെ അത് കാണുമ്പോൾ ആ ഒരു ഇതില്ല. പക്ഷെ അതില് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ച കാര്യം ഒരു വൾഗാരിറ്റി വരരുത്. കാരണം ഇത് കാണുമ്പോഴേക്കും ആൾക്കാർ ആ സാധനം വരരുത്, കാണുന്നതാണ്. അപ്പൊ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാം, വൈ നോട്ട് എന്നുള്ളൊരു സാധനം ചെയ്തതാണ്. അങ്ങനെ പക്ഷെ അതിന് നല്ല ഫീഡ്ബാക്കും നല്ല രീതിയിൽ വന്നു. അങ്ങനെ അല്ല എക്സ്പെക്ട് ചെയ്തത്. ക്രിറ്റിസിസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നല്ല ഫീഡ്ബാക്സ് ആണ്. നമ്മളിപ്പോ കമന്റ് നോക്കുവാണെങ്കിലും കുറെ അധികം പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. ഞാനൊരു 4 കമന്റ് വായിക്കാം. അപ്പം അതില് ആ കമന്റ്സിനെ കുറിച്ച് എന്താണ്, ആ സീനിനെ പറ്റിയുള്ള കമന്റ്സ്, അതെ ഷോർട്സിൽ വന്ന കമന്റ്സ് ആണ്. ഓക്കെ, അതില് എന്താണ് അഭിപ്രായം എന്ന് പറയണം. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് അതിന്. ഓക്കെ, ഇതൊക്കെ ഇവരുടെ പാർട്ട്നേഴ്സ് കണ്ട പ്രശ്നമൊന്നുമില്ലേ, പണം കിട്ടുമ്പോ ഇതൊക്കെ എന്ത് എന്ന് ഒരു കമന്റ്. അതിന്റെ
പാർട്ട്ണർ ഇല്ലാത്തതുകൊണ്ട് ഞാനെന്ത് പറയാനാ. അതെന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പാർട്ട്ണർ സിംഗിൾ ആണോ മിംഗിൾ ആണോ. മേ ബി സിംഗിൾ അല്ലായിരുന്നെങ്കിൽ സീരിയലിന് വേണ്ടി ഞാനത് ചെയ്യില്ലായിരുന്നു. മേ ബി ഓക്കെ, അറിയില്ല. മൂവിക്ക് വേണ്ടി ഒബ്വിയസ്ലി നമുക്ക് ഇത് വന്നാൽ നമ്മൾ ചെയ്യില്ല പറഞ്ഞാൽ എന്നാ നീ വീട്ടിൽ പോകാൻ പറയും. പക്ഷെ അത് ഡിമാൻഡിങ് ആണ്, ചെയ്യും. പക്ഷെ ഞാൻ സിംഗിൾ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഈ പറഞ്ഞ ഇഷ്യൂ എനിക്ക് വന്നിട്ടില്ല. ഓക്കെ. ഈ സെയിം തന്നെയാണ് പറയണം. ഇവരുടെ പേരൻസ് ഒക്കെ എങ്ങനെ മക്കളുടെ സീരിയൽസ് ഒക്കെ കാണുമോ ആവോന്ന്? ഞാനിത് കണ്ടത് അച്ഛനും അമ്മയും ഞാനും ഇരിക്കുമ്പോഴാണ് ഈ സീൻ വന്നത്. അപ്പൊ ഇങ്ങനെ എനിക്ക് അങ്ങനെ പേരൻസ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഇത് വന്നത്തേക്ക് അച്ഛനിങ്ങനെ നോക്കിട്ട് ഓക്കെ, അല്ലാണ്ട് വേറെ ഈടാ നീ ഇത് ചെയ്യണ്ടായിരുന്നു അങ്ങനെ ഒന്നും വന്നില്ല. ഇല്ലില്ല. ഇത് കിസ് ഒന്നും അടിക്കുന്നില്ല, ക്യാമറ ട്രിക്കാണ്. ശരിക്കും അതെ അതെ. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ ഒരിക്കലും മറ്റേ ലിപ് ലോക്ക് ഒന്നും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എത്ര സീരിയൽസിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞ സംഭവം ഉള്ളതുകൊണ്ട് എന്റെ പേഴ്സണൽ ആട്ടോ അങ്ങനെ ചെയ്യുന്ന വന്നാൽ കൊള്ളൂല എന്നല്ല ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ളവർക്ക് ചെയ്യാം. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ അത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമറ ട്രിക്ക്. ഓക്കെ. പണ്ട് ഫസ്റ്റ് നൈറ്റ് സീൻ ഒക്കെ ബെഡിൽ കിടക്ക ലൈറ്റ് ഓഫ് ചെയ്താൽ കഴിഞ്ഞു. ഇപ്പോ ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നും സീരിയലൊക്കെ അടിച്ചു മാറ്റി തുടങ്ങിയതിൽ പിന്നെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റൂല. ഇപ്പൊ വരുന്ന മോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട്സും റീമേക്സ് ആണ് വരുന്നത്. അപ്പൊ അതിലെല്ലാം ഇങ്ങനത്തെ സീൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിലും ഓപ്പൺ ആയിട്ടുള്ള സീൻസ് ഉണ്ട്. അപ്പൊ ഇതിലാവാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിൽ കുറച്ച് അതിൽ നിന്ന് ഒരു ട്രൈ ഔട്ട് ചെയ്തു. കാരണം മറ്റേതൊക്കെ ഭയങ്കര ക്ലീഷ ആയി പോകും. ഏത് മറ്റേ ഫസ്റ്റ് നൈറ്റ് തുടങ്ങുന്നു, ഒരു പൂവ് കാണിക്കുന്നു, അതിലേക്ക് സൂം ചെയ്ത് എന്തെങ്കിലും ലൈറ്റ്, അതൊക്കെ പണ്ടത്തെ സെറ്റമാണ്. അപ്പൊ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തു. പണ്ട് സ്വാസിക ചേച്ചി ചെയ്തപ്പോഴേക്കും ഭയങ്കര ഇതായിരുന്നല്ലോ. അപ്പൊ ട്രൈ ഔട്ട് ചെയ്തു, വർക്ക്ഔട്ട് ആയി, ദാറ്റ്സ് ഇറ്റ്. സീരിയൽസിലൊക്കെ എന്ന് പറയുമ്പോൾ സംസാരിക്കാനായിട്ട് നമ്മൾ കാണുന്ന ആളുടെ സൗണ്ട് ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവും. ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. അത് ഡബിങ് ആയിരിക്കും, പക്ഷെ ഇത് എക്സാക്ട് സൗണ്ട് തന്നെയാണ്. എന്തുപറ്റി ഡബിങ് എങ്ങനെ തെരഞ്ഞെടുത്തതാണ്? എന്ന് വെച്ചാൽ ആക്ടിങ് പോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് ഈ ഡബിങ് എന്ന് പറഞ്ഞാൽ. 50% ആക്ടിങ് ആണെങ്കിൽ 50% സൗണ്ട് ആണല്ലോ. അപ്പൊ എനിക്കിത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രൊജക്റ്റിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. അത് ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ട്. എന്റെ വീട് കൊച്ചിയിലായതുകൊണ്ട് പറ്റിയില്ല. ഇത് ഷൂട്ട് കൊച്ചിയിൽ, സ്റ്റുഡിയോ കൊച്ചിയിൽ എല്ലാം ആയതുകൊണ്ട് അങ്ങനെ അവസരം ഒത്തു വന്നപ്പോ ഞാനായിട്ട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ് എനിക്ക് ചെയ്യണം. കാരണം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് എന്തായാലും പഠിക്കണം. കാരണം ഡൗൺ ദ ലൈൻ എപ്പോഴാണെങ്കിലും നമ്മളിത് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം എൻ്റെ എയിം, എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞ മൂവിയാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പൊ അവിടെ ചെല്ലുന്ന എന്തെങ്കിലും ഒരു നല്ല പ്രൊജക്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഡബ് ചെയ്യാൻ അവിടെ പോയിട്ട് നമ്മൾ ബബ്ബേ അടിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. അതും ആക്ടിങ് പോലെ തന്നെ ഒത്തിരി പഠിക്കാനുള്ളൊരു മേഖലയാണ് ഡബിങ് എന്ന് പറഞ്ഞാൽ. ഒത്തിരി കാര്യങ്ങൾ അതിലും പോളിഷ് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പൊ അത് എനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഡബ് ചെയ്യാൻ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിനി അതിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല. ശരിക്കും അഭിനയിക്കുന്നത് പോലെ തന്നെ എളുപ്പമാണോ ഡബ് ചെയ്യാൻ? അഭിനയിക്കുന്നത് എളുപ്പമല്ല, ഡബ് ചെയ്യാനും എളുപ്പമല്ല. തീർച്ചയായിട്ടും എളുപ്പമുള്ള പരിപാടി അല്ലല്ലോ. അപ്പൊ ഡബിങ് ഇപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ എന്റെ മനസ്സിൽ മറ്റേ നമ്മൾ സീൻ കാണുമ്പോൾ ലിപ്സിങ്ക് പിടിക്കുക, ഡബ് ചെയ്യുക, അത്ര എത്തിയിട്ടുള്ളൂ. പക്ഷെ അതിൽ ഒത്തിരി മേഖലകളുണ്ട്, അതിൽ കുറെ തലങ്ങളുണ്ട് ഡബിങ്ങിൽ. കാരണം ചെയ്തു വെച്ച സീനെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റും. അത്രയൊന്നും ഞാൻ എത്തിയിട്ടില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ ആൾക്കാരൊക്കെ അത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പൊ ബേസിക്കലി അധികം സംസാരിക്കാത്ത ആളാണ് എന്നൊരു ഇന്റർവ്യൂവിൽ ഞാനിങ്ങനെ കേട്ടു. അതായത് ഒരു കംഫർട്ട് സോണിലേക്ക് ആവാതെ അങ്ങോട്ട് അഴിച്ചുവിടുന്ന ആളല്ലാന്ന്. ബേസിക്കലി ഇങ്ങനെയാണോ? അതായത് ചെറുപ്പം മുതലേ ഇങ്ങനെയാണോ? ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വെച്ചിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് ചില പണികളൊക്കെ കിട്ടുമല്ലോ, ചിലരെയൊക്കെ വിശ്വസിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പണി കിട്ടി ഇങ്ങനെ ആയതാണോ? എന്ന് വെച്ചാൽ സംസാരിക്കത്താണെന്ന് വെച്ചാൽ ഡിപ്പെൻസ്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നോ യുവർ ഓഡിയൻസ് എന്ന് പറയും. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് മാത്രം സംസാരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ചിലർക്ക് ഒരു വൈബ്, ഒരു എനർജി കണക്ട് ആയാൽ ഞാൻ ഇഷ്ടം പോലെ സംസാരിക്കും. ഇപ്പൊ തന്നെ തന്നോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു എനർജി വന്നപ്പോഴത്തേക്കും കണക്ട് ആയി, ഒരു മാച്ച് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓപ്പോസിറ്റ് ആരാണ് സംസാരിക്കുന്നത്, ആ ആള് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്റെ ലെവൽ ഓഫ് സംസാരം. ചില ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വളവളയെന്ന് സംസാരിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഇന്റർവ്യൂ ആണ്, ഒബ്വിയസ്ലി എനിക്ക് സംസാരിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പേഴ്സണൽ ലൈഫും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള എന്റർടൈൻമെന്റ് ഫീൽഡാണ്. നമുക്കറിയാം, ഒരു 9 to 6 ജോബൊന്നും അല്ല, നമ്മൾ കംപ്ലീറ്റ്ലി ടൈമിംഗ് ഇല്ലാത്ത ഒരു ജോബാണ്. അപ്പൊ ഇതെങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? ഇപ്പം ചില സീരിയൽസ് എനിക്ക് തോന്നുന്നു 15 days, എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മുടെ ഷെഡ്യൂൾ 15 to 30 ആണ്. എന്നാൽ പോലും ഇടയ്ക്ക് നേരത്തെ തുടങ്ങും. 8ാം തീയതി 9ാം തീയതി ആകുമ്പോൾ തുടങ്ങാറുണ്ട്. 30th കഴിഞ്ഞും പോകാറുണ്ട്. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് ഈ സീൻ ചെയ്യാൻ പോകുന്നു, അഭിനയിക്കാൻ പോകുന്നു തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇത്
ഇത്രയും വർക്ക് ഉണ്ടല്ലോ, ഇനി അത് ചെയ്യാൻ സമയം കിട്ടിയില്ല, അങ്ങനെ എനിക്ക് തോന്നാറില്ല. എത്രത്തോളം വർക്ക് ഉണ്ടോ, എത്രത്തോളം അഭിനയിക്കാൻ പറ്റുന്നോ, സീൻ ചെയ്യാൻ പറ്റുന്നോ, അത്രത്തോളം എനിക്ക് സന്തോഷമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ ചിലർക്കൊക്കെ ഓഫീസിലേക്ക് രാവിലെ എണീച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര മടിയൊക്കെ തോന്നും. ശരിക്കും ഒരു സെറ്റിലേക്ക് ചെല്ലാൻ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എന്താ? ഇത് തന്നെയാണോ? അതെ അതെ, ചെന്നിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഈ പ്രൊജക്റ്റ് ചെന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സീൻസ് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ജോയ്സി സാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്ക്രിപ്റ്റാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ബിനു വെള്ളത്തുകൾ എന്ന് പറഞ്ഞ സാറിൻ്റെ ഡയറക്ഷനാണ്. അത് രണ്ടും കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ ഇന്ന് ഷൂട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഐ ആം വെരി എക്സൈറ്റഡ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് രാവിലെ എഴുന്നിട്ട്, ഇത് ഇന്റർവ്യൂ ആയതുകൊണ്ട് മറ്റേ കയറ്റി പറയുന്നതല്ല കേട്ടോ, ശരിക്കും എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ശരിക്കും ജോയ്സി സാറിന്റെ എനിക്ക് തോന്നുന്നു അത് നോവലാണ്, കുറെ അധികം പേര് നോവലാണ്. എന്റെ പേരൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു ഇത് ജോയിൻ ചെയ്യുന്നവരെ, പക്ഷെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ്. അച്ഛനും അമ്മയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇതിന്റെ ക്യാരക്ടേഴ്സിനെ എല്ലാം അറിയാം. എന്നെക്കാളും മുമ്പ് തന്നെ അവർക്ക് ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സിന്റെ ഡെപ്ത് അറിയാം. അങ്ങനെ എല്ലാം അറിയായിരുന്നു. ഫേമസ് ആയിട്ടുള്ള നോവലാണ്. ശരിക്കും ഇപ്പൊ എത്ര ജോഡി ഡ്രസ് ഉണ്ട്? എത്ര ജോഡി ഡ്രസ് ഉണ്ട്? യൂഷ്വലി മറ്റേ സിനിമയിലൊക്കെ നമുക്ക് കോസ്റ്റ്യൂം ഉണ്ടാവല്ലോ, സീരിയൽസിന് നമ്മൾ തന്നെയാ കോസ്റ്റ്യൂംസ് കേട്ടിട്ടുണ്ട്. ഇല്ല, അത്രക്കില്ല കേട്ടോ. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടി ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല. ഇല്ല, കാരണം ഈ നമ്പർ ഓഫ് സീൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കുള്ള ഡ്രസ്സ് തന്നെ എന്ന് വെച്ചാൽ നമ്മള് ഞാൻ പറഞ്ഞു കുറച്ച് ഡ്രസ്സുകൾ നമ്മള് കുറച്ച് പഴയതായിരിക്കും പുറത്തിടാൻ പറ്റില്ല. ഇത് ഇച്ചിരി ഇതാ കുറെ യൂസ് ആയി, കുറെ സ്ഥലത്ത് ഇട്ടു, ഇനി വേണ്ടാന്ന് വെക്കില്ലേ, അങ്ങനത്തെ ഡ്രസ്സ് നമുക്ക് ഇതിലേക്ക് എടുക്കാം. കാരണം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ വരുമ്പോൾ കളർ ഗ്രേഡിംഗ് ഒക്കെ വരുമ്പോൾ അത് നല്ല പുതിയതുപോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പല ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴേക്ക് ഞാൻ ഇത്രയും നല്ല ഡ്രസ്സായിരുന്നല്ലേ അന്നേരം സീൻ വരുമ്പോൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇതിനു വേണ്ടി എനിക്ക് ഒരു പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. ഇല്ല, എനിക്കൊന്ന് ലേഡീസിനാണ് കൂടുതലും വേണ്ടി വരാന്ന് തോന്നുന്നത്. കാരണം ഇതില് സത്യം ഈ പ്രൊജക്റ്റില് ആർക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അലീന എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന കുട്ടിക്ക് ആകെ 8 or 9 ചുരിദാർ മാത്രമേ ഉള്ളൂ ഈ സീരിയലിൽ മൊത്തത്തില്. കണ്ടിന്യൂറ്റി വെച്ചിട്ട് അല്ല, മൊത്തം ആ ഡ്രസ് അത്ര 10-12 ജോഡി വരുന്നുള്ളൂ. അത് മാറി മാറി ഇടുന്നേ, കാരണം ക്യാരക്ടർ അങ്ങനെയാണല്ലോ. അപ്പൊ അവർക്ക് പല പല ഡ്രസ് ഇടുക, അങ്ങനെ ഓർണമെന്റ്സ് ഒന്നുമില്ല. ഈ പ്രൊജക്റ്റിൽ എല്ലാവരും സെറ്റിൽ ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഡ്രസ്സ് മേടിക്കേണ്ട ഒരു ആവശ്യം അങ്ങനെ എക്സ്ട്രാ അങ്ങനെ വന്നിട്ടില്ല. അതിലേക്കാണല്ലോ കാശ് പോകുന്നത്. നമുക്ക് ഈ റെമ്യൂണറേഷന്റെ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പം സിനിമയിൽ നിന്നും വ്യത്യാസമാണ് സീരിയലിലെ റെമ്യൂണറേഷൻ വരുന്നത്. അപ്പൊ പെർ ഡേ ചാർജ് ഒക്കെ ആയിരിക്കാം മേ ബി വരുന്നത്. അപ്പം കുറെ അധികം ചർച്ചകൾ നടന്ന ഒരു കാര്യമാണ്, ഇപ്പം സിനിമയിലാണെങ്കിൽ പോലും നായക നടന്മാർക്ക് റെമ്യൂണറേഷൻ കൂടുതലാണെന്നുള്ളത്. പക്ഷെ അത് സീരിയലിലേക്ക് വന്നു കഴിയുമ്പോൾ അത് നടിമാർക്കാണെന്ന് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ ഒരു സംഭവം, ഒരു വ്യത്യാസം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഇല്ല. ഭയങ്കര ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് ഒബ്വിയസ്ലി കൂടുതലായിരിക്കും. അല്ലാണ്ട് ഓൾമോസ്റ്റ് സിമിലർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ഒരു, അതായത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പല കാരണങ്ങളും, നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാവും. ഒരു ആക്ടർ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവ് ആയിട്ടാണോ തോന്നുന്നത്? തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടാണ്. കാരണം സോഷ്യൽ മീഡിയ കാരണം എത്ര പേരാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. കാരണം അവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്. കാരണം അവർക്ക് ആരുടെയും പെർമിഷൻ വേണ്ട, ഓഡീഷൻസ് വേണ്ട, ഒന്നും വേണ്ട. നമുക്കുള്ള ടാലന്റ് അവർ കാണിക്കുന്നു, സോഷ്യൽ മീഡിയ വഴിയാണ് കാണിക്കുന്നത്. അതുവഴി എത്രയോ പേരാണ് ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ ഒരാളുണ്ട് എന്നറിയാൻ പറ്റും. അത് ഭയങ്കര പോസിറ്റീവാണ് തീർച്ചയായിട്ടും. ഞാനൊരു കുറച്ചൊരു ക്വസ്റ്റ്യൻസ് പോലത്തെ ചോദിക്കാം. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ നായകനായിട്ട് ചെയ്തു, ഒരു വില്ലൻ വേഷം വന്നാലും ചെയ്യാൻ താല്പര്യമാണോ? അത്രയും അടിപൊളിയാണെങ്കിൽ ചെയ്യാൻ മൂവിയിൽ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂവിയിൽ അത് ആദ്യം കിട്ടുന്ന ഒരു റോൾ അതായിരിക്കണേ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. രാഹുലിന്റെ ഏറ്റവും വലിയ പേടി എന്താണ്? പേടി കമ്മിറ്റ്മെന്റ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. കാരണം അത് നല്ലതുമാണ് ചീത്തയാണ്. നമ്മളെ ഭയങ്കരമായിട്ട് തകർത്ത് കളയാനും പറ്റും അതിന്. പക്ഷെ ഭയങ്കര ഹാപ്പിനെസ് വരുന്ന ഒരു സംഭവം കൂടിയാണിത്. ഇപ്പൊ കൂടെ ആക്ട് ചെയ്യുന്ന നിഖിത ഉണ്ട്, അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കൃഷ്ണേന്ദു ഉണ്ട്. ഇതിൽ ആരാണ് ഏറ്റവും നല്ല കെമിസ്ട്രി തന്നത്? കെമിസ്ട്രി ഒബ്വിയസ്ലി കൃഷ്ണേന്ദു ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നിഖിത അലീന എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് അങ്ങനെ ഒരു സീൻസോ അങ്ങനെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യേണ്ട സീൻസോ ഇതുവരെ വന്നിട്ടില്ല. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മറ്റേതിൽ കുറച്ച് റൊമാൻസ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അത് സ്റ്റോറി അങ്ങനെയാണ്. ഇതിൽ റൊമാൻസ് ഉണ്ട്, പക്ഷെ വളരെ സെറ്റിൽ ആയിട്ടുള്ള റൊമാൻസ് ആണ്, ചെറിയ നോട്ടം. അത് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. കാരണം എനിക്കത് മാറ്റി ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എല്ലാത്തിലും നമ്മൾ ഒരുപോലെ ചെയ്തൊരു കാര്യമില്ല.
ഇപ്പം കയ്യിൽ നിന്ന് പോയ ഒരു പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? അതായത് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഏതെങ്കിലും പ്രോജക്ട്സ് ഉണ്ടോ? ഉണ്ട്. കാരണം സൺ ടി വിയിൽ ഒരു തമിഴ് പ്രൊജക്റ്റ് വന്നായിരുന്നു. എനിക്ക് തമിഴ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. തമിഴ് അറിയോ? കൊഞ്ചം തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കൂടെ തമിഴ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നികിതയൊക്കെ. അപ്പോൾ എനിക്ക് അവിടെ വർക്ക് ചെയ്യണം, ഒരു തമിഴ് പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ സൺ ടി വിയിൽ പറഞ്ഞാൽ അപ്രൂവ് ആയി. ആ സമയത്ത് IPL വന്നപ്പോൾ സൺ ടി വി സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഡിലേ ആയിപ്പോയി. അങ്ങനെ ഇരുന്ന സമയത്താണ് ഏഷ്യാനെറ്റിലെ ആദ്യത്തെ പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ ഒത്തിരി നാൾ നമുക്കങ്ങനെ ഡിലേ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, നല്ല ഡിലേ ആയിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു പ്രൊജക്റ്റ് വന്നപ്പോൾ ഇത് ചൂസ് ചെയ്തത്. അപ്പോൾ അത് മിസ്സായി പോയായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഫസ്റ്റ് പ്രൊജക്റ്റ് കഴിഞ്ഞപ്പോഴും എനിക്ക് തമിഴ് പ്രൊജക്ട്സ് വന്നു. പക്ഷെ ഇത് വന്നു അന്നേരം, ഇപ്പൊ ചെയ്യുന്ന ഇത് ഞാൻ 8 മാസത്തോളം വെയിറ്റ് ചെയ്തു ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ആവാൻ വേണ്ടി. കമ്മിറ്റ് ചെയ്തിട്ട് 8 മാസം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, നമുക്കറിയാത്ത, എനിക്ക് പോലും അറിയാത്ത. അതെല്ലാം ഒന്ന് സോർട്ടായി വരുമ്പോഴാണല്ലോ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ 8 മാസം വെയിറ്റ് ചെയ്തതിന്റെ ഇടയ്ക്ക് ഒത്തിരി പ്രൊജക്ട്സ് വന്നു, ടെംപ്റ്റിംഗ് ആയിട്ടുള്ള പല പ്രൊജക്ട്സും വന്നു. പക്ഷെ അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചു ഇതിനു വേണ്ടി. പക്ഷെ അത് ഇപ്പൊ ഹാപ്പിയാണ്. അത് നിങ്ങൾക്ക് കോൺട്രാക്ട് ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ സീരിയൽ തുടങ്ങുമ്പം ഇത്ര നാളായിരിക്കും എന്നുള്ളത് ഉണ്ടാവുമോ? സാധാരണ സീരിയലുകൾ ഇങ്ങനെ കൂടി, അതായത് എപ്പിസോഡ്സ് കൂടി പോകാറുണ്ടല്ലോ. അപ്പൊ ഇപ്പം കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇത്ര നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണോ? നമ്മളൊരു 1 ഇയർ, ഇപ്പൊ ചിലതിലൊക്കെ ഒരു 2 years ആദ്യം തന്നെ പറയും. ചിലപ്പോൾ 1 year കോൺട്രാക്ട് വെച്ചിട്ട് പിന്നെ റിന്യൂ ചെയ്യുമായിരിക്കും. സെറ്റിൽ ഏറ്റവും കൂടുതൽ തമാശ പറയുന്നതും വികൃതി കാണിക്കുന്നതും ആരാണ് ഇപ്പോഴത്തെ സെറ്റ്? തമാശ പറയുന്നത് ഞാനായിരിക്കും. അല്ല, ഒന്നാമത്തെ കാര്യം എല്ലാവരും കുറച്ച് പ്രൊഫഷണൽ ആണ് ഈ സെറ്റില്. തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങിയിട്ട് 5-6 മാസം ആയി. ഇപ്പോഴാണ് ഞാൻ പേഴ്സണലി എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത്. ഞാൻ പേഴ്സണലി ഇപ്പോഴാണ് എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ വൈഷ്ണവിയൊക്കെ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അപ്പൊ അങ്ങനെ എല്ലാവരുമായിട്ടും അത്യാവശ്യം നല്ല ഇതാണ്. രാഹുലിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു ക്രിറ്റിസിസം പണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഒത്തിരി ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട്. കാണാൻ കൊള്ളൂല എന്നുള്ള പേരിൽ പണ്ട് 12th പഠിക്കുമ്പോൾ ഞാൻ ഭയങ്കര സ്ലിം ആയിരുന്നു, എക്സ്ട്രീംലി സ്ലിം ആയിരുന്നു. അത് എൻ്റെ കുഴപ്പമല്ല, നമ്മൾ ആ ഏജിൽ വരുമ്പോഴേക്കും നമുക്ക് ബോഡി അങ്ങനെയായിരുന്നു. എന്നിട്ട് ഭയങ്കര വെളുത്ത ഒരു കളറുമായിരുന്നു. എന്ന് വെച്ചാൽ കാണാൻ ഭംഗിയില്ലാത്തൊരു, അത്രയ്ക്കും ലിപ്സൊക്കെ ഭയങ്കര ലിപ്സ്റ്റിക് ഇട്ട് അതുപോലെ ഇങ്ങനെ ഇരിക്കും. അന്നേരം അതൊന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷെ അന്നേരം ആൾക്കാർ അതിൻ്റെ പേരിൽ എന്നെ കുറെ ബുള്ളി ചെയ്തിട്ടുണ്ട്. സ്കൂളിങ് എനിക്ക് ഭയങ്കര ഹൊറിബിൾ ആയിരുന്നു. പ്രത്യേകിച്ച് 11th 12th ഒക്കെ ഭയങ്കര ബുള്ളിങ് അനുഭവിച്ചു. ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഡേ ഞാൻ വീട്ടിൽ പോയിട്ട് കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു അന്നേരം. അതാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംഭവം. അത് എൻ്റെ കയ്യിലല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് കൊള്ളൂല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത് അതിനൊരു കാര്യം. ഇപ്പം ഞാനൊരു സീൻ ചെയ്തു, അത് അത്ര വർക്കൗട്ട് ആയില്ല, ഓഡിയൻസിന് ഇഷ്ടമായില്ല, അത് ക്രിട്ടിസൈസ് ചെയ്തു, ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. മറ്റേ ഞാനിപ്പോൾ സ്ലിം ആയിട്ടിരിക്കണത് ഇപ്പോൾ എൻ്റെ കുഴപ്പമല്ലല്ലോ ആ സമയത്ത്. അപ്പം അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടൈമായിരുന്നു. ഫിറ്റ്നസിന്റെ രഹസ്യം? ഫിറ്റ്നസ്സോ? എനിക്ക് താഴെ ഈ ഷൂവിന്റെ ലേസ് കേട്ടമല്ല വയറ് കെട്ടിയിട്ട് അത്രയ്ക്കും ഇതായിട്ട് ഇരിക്കുകയാണ്. ജിമ്മിൽ പോകാനൊക്കെ സമയം കിട്ടാറുണ്ടോ? ജിമ്മില് കുറച്ച് നാൾ മുമ്പ് പോവായിരുന്നു. പക്ഷെ പിന്നെ എൻ്റെ മടി കൊണ്ട് തന്നെയാണ് കുറച്ച് നാളായി പോയിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ജിമ്മില് വർക്കൗട്ടൊക്കെ തുടങ്ങിയതിന് ശേഷം 12th കഴിഞ്ഞിട്ട് ഏറ്റവും അൺഫിറ്റ് ആയിട്ടിരിക്കുന്ന ടൈമാണിത്, ഏറ്റവും കൂടുതൽ. അപ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഇത്രയൊരു ടൈം നമുക്ക് തന്നതിൽ ഒരുപാട് നന്ദി. കഴിച്ചോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറയൂ. ഒരു ഫ്ലോയിൽ വരുമായിരുന്നു എന്നാണോ? ഓക്കെ, അപ്പം ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ. പറഞ്ഞ മാതിരി സിനിമയാണ് സ്വപ്നമെന്ന് പറഞ്ഞു, അതിലേക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ, എത്രയും വേഗം എത്തിപ്പെടാൻ പറ്റട്ടെ. ഇപ്പോൾ ഉള്ള പ്രോജക്ട്സിലും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം. Krishna Leela, Joy Alucas, world's favorite jeweler.